ഇപ്പോൾ ഇവിടെ കേരളത്തിൽ ജനങ്ങൾ കുറേ വിവരമുള്ള ആളുകളായിരുന്നു. അവരതുകൊണ്ടാണ് അതുകൊണ്ടാണ് അവർ മാറി മാറി ഓരോ ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഒന്ന് ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം നിർബന്ധമായിട്ട് വലതുപക്ഷം വരും, അല്ലെങ്കിൽ വലതുപക്ഷം അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത വർഷം ഇടതുപക്ഷം വരും. ഈ രീതിയിൽ ഒരു ഭരണമാറ്റം അവർ കൊടുത്തുകൊണ്ടിരുന്നു. നേരത്തെ അങ്ങനെ അല്ലാതെ വലതുപക്ഷമാണ് കൂടുതൽ ഭരിച്ചിട്ടുള്ളത് വേറെ കാര്യം. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനൊരു കാഴ്ചപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഒരു പക്ഷത്തിന് ഒരു തുടർ ഭരണം കിട്ടുന്നു. ആ തുടർ ഭരണത്തിൻ്റെ ദുരന്തം എല്ലാവരും കാണുന്നതല്ലേ? എത്രത്തോളം അഴിമതി ആരോപണങ്ങളാണ് നമ്മൾ കാണുന്നത്. എത്രയോ ആരോപണങ്ങൾ. ഇതിന് പലതിനും മറുപടിയുണ്ട്. മറുപടി എന്നൊക്കെ പറയുന്നത് എന്താണ്? മറുപടി പറയുന്നത് ഈ ചോദിക്കാൻ പോകുന്നവനെ അവന് ഓടിച്ചിട്ടടിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. മറുപടിയൊന്നും ഞാൻ ക്ലിയറായിട്ടൊരു കട്ടായിട്ടൊരു ആൻസർ മറുപടി കൊടുക്കാൻ ഒക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഒരു പുതിയ ആരോപണങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാം, കഴിഞ്ഞ ഇലക്ഷന് യഥാർത്ഥത്തിൽ ഈ 2021 ഇലക്ഷൻ. ഈ 2021 ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ശ്രീമതി വീണയുടെയും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും എതിരെയുള്ള ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇവിടുത്തെ മാധ്യമങ്ങളെന്ന് പറയുന്ന ആരെങ്കിലും അത് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് മാധ്യമധർമ്മം? ഇവിടുത്തെ മാധ്യമങ്ങൾ അത് മനസ്സിലാക്കിയില്ല എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ബാംഗ്ലൂർ കർണാടക ഹൈക്കോടതിയിൽ ഇവർ ഇത് എഴുതി കൊടുത്ത മറുപടി SFIO മറുപടി കൊടുത്തപ്പോഴാണ് നമ്മൾ അറിയുന്നത് 2021 തന്നെ ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടായിരുന്നെന്ന്. ഇത് ജനങ്ങളെ വഞ്ചിക്കലല്ലേ? ഇത് ജനങ്ങളുടെ കണ്ണിൽ ഇന്ന് ഇത് മറച്ചു വെക്കലല്ലേ? ഇതിന് കൂട്ടുനിന്ന മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരും ചെയ്ത വഞ്ചനയല്ലേ ജനങ്ങളോട്? അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി പോട്ടെ, പക്ഷേ ഇതിനകത്ത് യഥാർത്ഥ പ്രതി ആരാന്നൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. അത് മറച്ചു വെച്ചത് BJP അല്ലേ? ഇതിനെ ഏറ്റവും കൂടുതൽ ക്യാഷ് ചെയ്യാമായിരുന്നത് BJPക്കായിരുന്നു. പക്ഷെ BJP ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന BJP അവർക്കറിയാമല്ലോ ഇതുപോലെ EDയുടെ അന്വേഷണം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവരെന്തിനത് മറച്ചു വെച്ചു? എന്തുകൊണ്ടത് അവർ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നില്ല? ഇവിടെ BJPയുടെ നേതാക്കളൊക്കെ അങ്ങ് ഒരുപാട് പേര് നടപ്പുണ്ടല്ലോ, മന്ത്രിമാരുൾപ്പെടെ. പക്ഷേ ഇവർക്ക് ആർക്കും ഇതറിയാൻ വയ്യായിരുന്നു. ഈ 2021 തന്നെ ഇതേപോലെ EDയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആരാണ്? മറച്ചു വച്ചതിന് BJP ആണ്, ഒരു സംശയമില്ല. ഇത് ഈ രാഷ്ട്രീയമായ കൊടുക്കൽ വാങ്ങലുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇത് ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞ ദുരന്തം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതേപോലെ ജനങ്ങൾ ഈ മാൻഡേറ്റ്, അതായത് ഒരു ഇലക്ഷനിൽ വോട്ട് ചെയ്യണമെന്ന് കാണുമ്പോൾ ജനങ്ങൾക്ക് തന്നെ ഒരു ധാരണ വേണം. ഇത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഞാൻ ആർക്ക് വോട്ട് കൊടുക്കുന്നു, ഞാൻ ആരെ ഗവൺമെൻറ്റിനെ ജയിപ്പിക്കാൻ പോകുന്നു എന്നൊരു ധാരണ വേണം. ആ ധാരണയിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് അഴിമതി എതിരെ ഇവർക്ക് അന്വേഷണം നടക്കുന്നു എന്നുള്ള ഒരു കാര്യം. അത് പുറത്തു കൊണ്ടുവന്നില്ല. അത് പുറത്തു കൊണ്ടുവരാതിരുന്നത് യഥാർത്ഥത്തിൽ ഈ ഈക്വലി ലയബിളല്ലേ ഇത് ഇടതുപക്ഷവും അതേപോലെ തന്നെ BJPയും. അത് പക്ഷേ ഇതൊന്നും പുറത്ത് പറയാൻ ഇവിടെ വലതുപക്ഷം പോലും ഇല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ പണം വാങ്ങിയതിലൊക്കെ ഇവരുമുണ്ട്. അതാ കാര്യം. അപ്പോൾ ആരുടെയും കൈകൾ ശുദ്ധമല്ല ഇവിടെ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പുറത്ത് പറയാൻ പറ്റുമോ? പിന്നെ ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന് മുസ്ലിം ലീഗിൻ്റെ ഉടങ്ങ സ്നേഹമാണ് നമ്മൾ കാണുമ്പോൾ. അവർക്ക് എന്തെന്നറിയോ? അവർ ഗോവിന്ദൻ മാഷും അതുപോലെ തന്നെ അവർ ശ്രീ EP ജയരാജനും ഒക്കെ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരിട്ട് വട്ടം കറക്കുകയാണെന്നാണ് EDയെ, അല്ല ഈ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് ഇട്ട് വട്ടം കറക്കുന്നു എന്ന് പറയുകയാണ്. കാര്യം എന്തുവാ? ഇത് എങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഈ കൊത്തിപ്പറിച്ച് ഈ മുസ്ലിം ലീഗിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ വീണ്ടും അവർക്ക് തന്നെ ഈ ഭരണത്തിൽ അങ്ങ് തുടരാം എന്ന് പറഞ്ഞാൽ നാട് വീണ്ടും കുട്ടിച്ചോറാക്കാം. അതിനകത്ത് ഒരുപാട്, അതായത് മൂത്ത നരച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അവരാരും ഒഴിഞ്ഞു പോകത്തില്ല അതിൽ നിന്നാരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും കൂടെ കൂട്ടിച്ചേർത്ത് എല്ലാ ആളുകൾക്കും കൂടെ ചേർന്ന് ഈ രീതിയിൽ എന്നത്തേക്കും മുടിച്ചുകൊണ്ടിരിക്കാം
എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇനി അവർ മുസ്ലിം ലീഗ് അതിന് പോവില്ല എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. ഇത് ഞാൻ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു സ്വതന്ത്രൻ എന്നുള്ള നിലയ്ക്ക് ഞാനിത് ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാളാണ്. ഞാൻ ഈ മാധ്യമങ്ങൾ നോക്കി കാണുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വളരെ സ്നേഹമാണ്. ഇതുവരെ കോൺഗ്രസ്സിന് ഇല്ലാത്ത ഒരു സ്നേഹമാണ് അവരുടെ അടുത്ത് വന്നേക്കുന്നത്. ഇതുവരെ ഇല്ലാത്ത ചില അവകാശവാദങ്ങൾ മുസ്ലിം ലീഗ് ഉന്നയിക്കാനിടയാവുന്നു. അതും കാണാം നമുക്ക്. ഇന്ന് വരെ ലോക്സഭയിൽ ഒരു 3 സീറ്റ് മത്സരിച്ചായിട്ട് എനിക്കറിയത്തില്ല. ഇപ്പോൾ അവർക്ക് 3 സീറ്റ് വേണം എന്നവർ ചോദിച്ചു മുമ്പോട്ട് വരുന്നു. അപ്പോൾ അതിനവസാനം ഒരു സമവായം എന്നുള്ള നിലയ്ക്ക് ഈ രാജ്യസഭയിലൊക്കെ അയക്കുന്ന ആളുകളെന്നൊക്കെ പറയുന്ന ഇവർ നല്ല വിവരമുള്ള ആളുകൾ നോക്കി അയക്കുന്നത് കേട്ടോ. അങ്ങനെ ഗുണമുണ്ട്. വാതുറക്കാൻ അറിയാവുന്ന ആരെങ്കിലും അവിടെ പോയിരുന്ന വല്ല കാര്യമുണ്ട്. അതൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. പക്ഷെ ആ സീറ്റ് അവർക്ക് കൊടുത്ത് ആ വിലപേശൽ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് എന്ന് പത്രങ്ങളിൽ നിന്ന് കാണുന്നു. എനിക്കറിയില്ല എന്തോ നടക്കാൻ പോകുന്നത്. അതോ ഇനി ഇടതുപക്ഷത്തേക്ക് മൂടോടുകൂടി ചെന്ന് കഴിഞ്ഞാൽ അവർ 3 സീറ്റൊക്കെ ഇവർക്ക് ചിലപ്പോൾ കൊടുത്തെന്നിരിക്കും കേട്ടോ. ചിലപ്പോൾ 4 ചോദിച്ചാലും കൊടുത്തെന്നിരിക്കും. കാര്യം അങ്ങനെ ആവശ്യമുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ചിലപ്പോൾ നടന്നിരിക്കും. അതുകൊണ്ട് ഇനി ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പറയുന്നത് എന്താ, രാഷ്ട്രീയമല്ലേ. രാഷ്ട്രീയത്തിൽ നമുക്ക് നിത്യമായ ശത്രുക്കളില്ല, നിത്യമായ ബന്ധുക്കളില്ല എന്നാ പറയുന്നത്. നല്ല പ്രിൻസിപ്പിളാണ്, നല്ല തത്വം നമ്മളെ പഠിപ്പിക്കുന്നത്. രാഷ്ട്രീയത്തിൽ എന്നും ഒരു ബന്ധവുമില്ല, ഒരു ശത്രുവുമില്ല എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെന്നുള്ള ലേബലിൽ എന്ത് വൃത്തികേടും കാണിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് കാര്യം.